ബംഗാൾ കടുവ. കടുവയ്ക്ക് ഇപ്പോൾ പല്ല് കൊഴിഞ്ഞിരിക്കുകയാണ്, പല്ല് കൊഴിഞ്ഞ സിംഹം എന്നൊക്കെ പറയാം. എന്നാൽ ബംഗാൾ കടുവ ദീദി ഭായി, ദീദി, ബംഗാൾ ദീദി മമതാ ബാനർജി സോണിയാഗാന്ധിക്ക് കൈകൊടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ വളരെ കൃത്യമായി ഡൽഹി രാഷ്ട്രീയത്തിലും ബംഗാൾ രാഷ്ട്രീയത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ദേശീയതല രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ വിഷയമാണ്. തൃണമൂൽ കോൺഗ്രസ് TMC കോൺഗ്രസ് ലയിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വളരെ വലിയ വാർത്തയാണ് പ്രചരിക്കുന്നത്. എന്നാൽ രണ്ട് പാർട്ടികളും അത് തള്ളിയിട്ടുണ്ട്. മമതാ ബാനർജി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ലയന വാർത്ത വന്നത്. എന്നാൽ മറ്റൊരു വാർത്ത കൂടി കയറിയിട്ടുണ്ട്. അതായത് അത് വളരെ വേറൊരു വാർത്ത എന്ന് പറയുന്നത് മമതാ ബാനർജിയെ കോൺഗ്രസിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോണിയാഗാന്ധി ക്ഷണിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രാപ്യമൊന്നുമല്ല. കാരണം നേരത്തെ കോൺഗ്രസിൽ നിന്നവരാണ് അവർ. NSUവിൻ്റെ പ്രസിഡൻ്റായിട്ട് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്ന കാലത്ത് സമകാലികയായി മമതാ ബാനർജി ജൂനിയറോ സീനിയറോ മറ്റോ ആണ് അവിടെ ഉണ്ടായിരുന്നു. ബംഗാൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചാണ് തൃണമൂൽ കോൺഗ്രസിൽ പോയത്. അതുകൊണ്ട് കോൺഗ്രസ് അവരുടെ തറവാടാണ്, കുടുംബമാണ്. എന്തായാലും അവർ തമ്മിൽ കണ്ടപ്പോൾ വലിയ ചർച്ച നടന്നു. ബുധനാഴ്ചയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും തമ്മിലും കൂടിക്കാഴ്ച നടത്തി. അതും വളരെ വലിയ ചർച്ച നടന്നു. എന്നാൽ ലയന കാര്യം ചർച്ചയായിട്ടില്ല എന്നാണ് പറയുന്നത്. സോണിയാഗാന്ധിക്കും മമതാ ബാനർജിക്കും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പുറത്തു വന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. ദീർഘകാലത്തെ വ്യക്തിബന്ധമുള്ള ഇരുവരും തികച്ചും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് സംസാരിച്ചതെന്നും വ്യക്തിപരമായ കാര്യങ്ങളിലാണ് ചർച്ച നടന്നതെന്നുമാണ് പറയപ്പെടുന്നത്. ലയന വാർത്തകൾ തള്ളിയെങ്കിലും വരാനിരിക്കുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഒന്നിച്ച് പോരാടാനും ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്താനും ഇരു പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ഒന്നിച്ച് നിൽക്കുമെന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ശേഷം TMC ഔദ്യോഗികമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര കലാപങ്ങൾ കൂടുതൽ രൂക്ഷമായി വരികയും ചെയ്യുന്നുണ്ട്. പാർട്ടിക്ക് വലിയ തിരിച്ചടി. രാജ്യസഭാ MP സുഷ്മിത ദേവ് ബുധനാഴ്ച പാർട്ടിയിൽ നിന്ന് MP സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് സുഹേന്ദ് ശേഖർ റോയും രാജിവെച്ചിരുന്നു. സുഷ്മിത ദേവ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയത് അവർ BJPയിലേക്ക് ചേക്കേറുമെന്ന സൂചനകൾ ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ രാജി വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളാലാണെന്ന് സുഷ്മിത പ്രതികരിച്ചു. അപ്പോൾ വളരെ ഗൗരവതരമായ പ്രതിസന്ധിയിലാണ് മമതാ ബാനർജി പോകുന്നത്. 20 MPമാരാണ് BJPയിലേക്ക് പോകാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ 56 MLAമാർ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് മമതാ ബാനർജി അല്ല വാഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ബംഗാൾ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. അതിനനുസരിച്ച് ഡൽഹി രാഷ്ട്രീയത്തിൽ മാറ്റം വരുന്നു. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ദീദിയെ ക്ഷണിച്ചിട്ടുണ്ട്. ദീദി അത് ലയനമാണോ അതോ ലയനമല്ല, പാർട്ടി പിരിച്ചു വിട്ടിട്ട് അല്ലെങ്കിൽ പാർട്ടിയെ സംവിധാനത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ദീദിയെ ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കുന്നതിനുള്ള ശ്രമമാണോ? എന്തായാലും ബംഗാളിൽ നിന്നുള്ള മമതാ ബാനർജി കോൺഗ്രസുമായി കൈകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൈകൊടുത്താൽ സോണിയാഗാന്ധി മമതാ ബാനർജിയും കൂടെ ചേർന്നാൽ അത് വലിയൊരു ശക്തി തന്നെയാണ്. അപ്പോഴും സ്റ്റാലിൻ പുറത്തു നിൽക്കുന്നു, അരവിന്ദ് കെജ്രിവാളും പുറത്തു നിൽക്കുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയവുമുണ്ട്. അതിൽ സ്റ്റാലിൻ ഇനി അകത്ത് കയറാനും സാധ്യതയില്ല. കാരണം കോൺഗ്രസുമായി വലിയ തെറ്റലിലാണ്. തമിഴ്നാട്ടിൽ വിജയിക്ക് പിന്തുണ കൊടുത്തതിൻ്റെ ഭാഗമായി വലിയ തെറ്റലിലാണ് തമിഴ്നാട്ടിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് ഇത് വരികയെന്ന് നമുക്ക് അറിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്.